സൗരാഷ്ട്ര ഭൂമിയിലൂടെ ഒരു യാത്ര. ഗുജറാത്തിലെ പടിഞ്ഞാറൻ സമുദ്രതീരത്തായിട്ടാണ് വളരെ പ്രസിദ്ധമായ സോമനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദ്വാദശ ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് സോമനാഥൻ. സോമനാൽ പ്രതിഷ്ഠിതമായ നാഥൻ, അതായത് ചന്ദ്രനാൽ പ്രതിഷ്ഠിതനായ സാക്ഷാൽ മഹാദേവനാണ് ഇവിടെ പ്രകാശിക്കുന്നത്. ദക്ഷപുത്രിമാരിലെ 27 പേരെ സോമനാണ് വിവാഹം കഴിച്ചത്. 27 പത്നിമാർ തനിക്കുണ്ടെങ്കിലും അതിൽ രോഹിണിയോടാണ് ഏറ്റവും കൂടുതൽ ഒരു താല്പര്യം ഈ ചന്ദ്രനുണ്ടായിരുന്നത്. രോഹിണിയോടുള്ളതായിരിക്കുന്ന ഈ അതിസ്നേഹം മറ്റ് ഭാര്യമാരിൽ 26 ദക്ഷപുത്രിമാരിൽ ഒരു വിഷമം ഉണ്ടാക്കി. അവർ അവരുടെ പിതാവായിരിക്കുന്ന ദക്ഷൻ്റെ അടുത്ത് നിന്ന് പരാതിപ്പെടുകയാണ് ഉണ്ടായത്. ക്രുദ്ധനായിരിക്കുന്ന ദക്ഷൻ അവിടെ വെച്ച് സോമനെ ശപിച്ചു. നിനക്ക് ക്ഷയം ബാധിക്കട്ടെ എന്ന് ശപിച്ചു. അതോടുകൂടി ചന്ദ്രന്റെ തേജസ് പൂർണ്ണമായിട്ടും മങ്ങി. ഇതിൽ ദുഃഖിതനായിരിക്കുന്ന ഈ ചന്ദ്രൻ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന ആ ഒരു കാലം, ഗുരുക്കന്മാരുടെ നിർദ്ദേശപ്രകാരം സമുദ്രതീരത്ത്, ഈ പടിഞ്ഞാറൻ സമുദ്രതീരത്ത് മഹാദേവരെ കഠിനമായിട്ട് തപസ് ചെയ്തു. സോമന്റെ ആ ഒരു തപസ്സില് പ്രസന്നനായിരിക്കുന്ന മഹാദേവര് സോമനെ അനുഗ്രഹിച്ചു. ക്ഷയവും അഭിവൃദ്ധിയും മാറി മാറി ഉണ്ടാവട്ടെ എന്നൊരു അനുഗ്രഹമാണ് മഹാദേവര് സോമന് നൽകിയിരിക്കുന്നത്. ജ്യോതിസ്വരൂപത്തിലാണ് മഹാദേവര് സോമന് ദർശനമേകിയത്. ജ്ഞാനസ്വരൂപിയായ മഹാദേവരുടെ അനുഗ്രഹത്താല് പ്രസന്നനായ സോമൻ മഹാദേവരെ ഇതേ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. സോമനാൽ പ്രതിഷ്ഠിതമായ ഈ മഹാദേവര് പിൽക്കാലത്ത് സോമനാഥൻ എന്ന പേരിൽ അറിയപ്പെട്ടു. പിൽക്കാലത്ത് പല ആക്രമണങ്ങൾക്കും ഈ ക്ഷേത്രം വിധേയമായി. ഭഗവത് കാരുണ്യത്താൽ ഇന്ന് അതിമനോഹരമായ ഒരു ക്ഷേത്രമായി, ക്ഷേത്രനഗരിയായി മാറിയിരിക്കുന്നു ഈ സോമനാഥ. വരൂ, നമുക്ക് ഇനി ബാൺഗംഗയിലേക്ക് പോകാം. ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണവുമായി ബന്ധപ്പെട്ട കഥകളാണ് ഇനി പറയാനുള്ളത്. ജര എന്ന വേടൻ സമുദ്രതീരത്ത് തൻ്റെ അമ്പും വില്ലുമായിട്ട് ഉലാത്തുന്നു. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിന്റെ 1-ാമത്തെ അധ്യായത്തില് യാദവന്മാർക്ക് ശാപം കിട്ടിയതായ ഒരു കഥ പറയുന്നുണ്ട്. ഭഗവത് പുത്രനായിരിക്കുന്ന സാമ്പൻ ഗർഭിണിയുടെ വേഷം കെട്ടി തൻ്റെ സഹോദരന്മാരോടൊപ്പം മഹർഷിമാരുടെ മുന്നിൽ പോണതും പ്രദ്യുമ്നാദികളെ ഈ മഹർഷിമാരോട് ചോദിക്കുന്നു, അവൾ ഞങ്ങളുടെ അനിയത്തിയാണ്, അവൾ പ്രസവിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്നൊരു ചോദ്യം. കാര്യം മനസ്സിലായ അവർ ക്രുദ്ധരായിട്ട് ഭഗവത് പുത്രന്മാരെ ശപിച്ചു. അവൾ പ്രസവിക്കും, എന്താ ഉണ്ടാവുക എന്നല്ലേ നിങ്ങൾക്കറിയേണ്ടത്? മുസലം കുലനാശനം. അവളൊരു ഇരുമ്പൊലക്കയായിരിക്കും പ്രസവിക്കുക. ആ ഉലക്ക കാരണം നിങ്ങളുടെ വംശം മുഴുവൻ ഇല്ലാതായിത്തീരും. ആ ഒരു ശാപം കാരണം സാമ്പനിൽ നിന്ന് ഒരു ഉലക്ക പുറത്തു ചാടി. എന്നാൽ അതൊന്ന് കൃഷ്ണനോട് പറയാൻ തോന്നിയില്ല. വിനാശകാലേ വിപരീത ബുദ്ധി. ഒടുക്കം അവർ എന്ത് ചെയ്തു എന്നാണെങ്കിൽ ആ ഉലക്ക രാഗി പൊടിച്ച് അവസാനം പൊടിക്കാൻ പറ്റാത്തൊരു കഷ്ണം എല്ലാം കൂടി ചേർത്ത് കടലിൽ ഒഴുക്കി കളഞ്ഞു. ആ ഇരുമ്പ് പൊടികള് സമുദ്രതീരത്ത് അടിഞ്ഞ് ഏരകപ്പുല്ലുകളായിട്ട് മുളച്ചു. ഒരു കഷ്ണം ബാക്കിയുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ഒരു മത്സ്യം വിഴുങ്ങി. ആ മത്സ്യത്തെ ജര എന്ന ഈ വേടനാണ് കിട്ടിയിരിക്കുന്നത്. അവൻ ആ ഇരുമ്പ് കഷ്ണം അമ്പിന്റെ അറ്റത്ത് കോർത്തുവെച്ചു. ഇത് ഭഗവത് സങ്കല്പം മാത്രമാണ്. ഈ അസ്ത്രമാണ് ഈ ജര ഭഗവാന്റെ പാദത്തിലേക്ക് തൊടുത്തുവിടുന്നത്. സമുദ്രതീരത്ത് നിൽക്കുകയായിരുന്ന ജര അകലെ
മരച്ചില്ലകൾക്ക് ഇടയിലൂടെ വനമധ്യത്തിൽ ആൽവൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുന്ന ഭഗവാന്റെ പാദം കണ്ടു. പക്ഷേ ഒരു കൃഷ്ണമൃഗമാണ് എന്നാണ് അദ്ദേഹം ധരിച്ചത്. ബാൺഗംഗയിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ അകലെയായിട്ടാണ് ബാൽക്കി മന്ദിർ സ്ഥിതി ചെയ്യുന്നത്. ബാൽക്കി മന്ദിർ എന്നാൽ ഭഗവാൻ ഇരുന്നതായ സ്ഥാനം. വെരാവൽ എന്ന പേരിലാണ് ഇന്ന് ഈ സ്ഥാനം അറിയപ്പെടുന്നത്. തൻ്റെ അവതാരോദ്ദേശം പൂർത്തിയായി എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ദ്വാരകാ നഗരത്തിൽ നിന്ന് വെളിയിലിറങ്ങി സമുദ്രതീരത്തിലൂടെ അനവധി ദൂരം തെക്കോട്ട് വന്ന് ഈ ഒരു സ്ഥാനത്താണ് എത്തിയത്. മനോഹരമായ ഒരു ആൽവൃക്ഷം ഭഗവാൻ കണ്ടു. ആ ആലിൻ ചുവട്ടിൽ ഭഗവാൻ ഇരിപ്പുറപ്പിച്ചു. പതുക്കെ ആ ഭഗവാന്റെ രൂപം മാറുന്നു. ഇതിനകം തൻ്റെ ജ്യേഷ്ഠൻ വേഷം അഴിച്ചു വെച്ചത് മനസ്സിലാക്കാൻ ഭഗവാന് സാധിച്ചു. ഇന്ന് ഭഗവാൻ കൃഷ്ണന് വയസ്സ് 125. അല്പം പ്രായമുള്ളവർ ഇരിക്കുന്ന സമ്പ്രദായത്തില് ആൽവൃക്ഷത്തെ ചാരിയിരുന്നു. കാലുകൾ രണ്ടും നീട്ടിവെച്ചു. ഭഗവാന്റെ ആ മനോഹരമായ ആ ഒരു സ്വരൂപം, ബിഭ്രത് ചതുർഭുജം രൂപം ഭ്രാജിഷ്ണു പ്രഭയാ സ്വയാ ദിശോ വിതിമിരാകുർവൻ വിധൂമ ഇവ പാവക ശ്രീവത്സാംഗം ഘനശ്യാമം തപ്തഹാടകവർച്ചസം കൗശേയാംബരയുഗ്മേന പരിവീതം സുമംഗളം. നേരെ മുന്നിൽ കാണുന്നത് മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളും കയ്യിൽ കിട്ടിയ ആയുധങ്ങളെടുത്ത് പരസ്പരം കലഹിക്കുന്നു, കഴുത്ത് വെട്ടുന്നു, ചോരപ്രളയം, ആർപ്പുവിളികൾ. എന്നാൽ ഇത് വല്ലതും ആ കാരുണ്യമൂർത്തിയെ ബാധിച്ചിട്ടുണ്ടോ? ഇല്ല. ഇന്ന് ഈ കൃഷ്ണനാരാ? അച്ഛനാണ്, മുത്തശ്ശനാണ്, മുതുമുത്തശ്ശനാണ്. സാധാരണ ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രംഗങ്ങളല്ല മുന്നിൽ കാണുന്നത്. അന്നും ആ ഭഗവാന്റെ തിരുമുഖത്ത് കാണാമായിരുന്നു സുന്ദരസ്മിതവക്ത്രാബ്ജം നീലകുന്തളമണ്ഡിതം പുണ്ടരീകാഭിരാമാക്ഷം സ്ഫുരൻ മകരകുണ്ടലം കടിസൂത്ര ബ്രഹ്മസൂത്ര കിരീടകടകാംഗതൈഃ ഹാരനൂപുരമുദ്രാഭി കൗസ്തുഭേന വിരാജിതം വനമാലാപരീതാംഗം മൂർത്തിമദ്ഭിർനിജായുധൈഃ കൃത്വോരോ ദക്ഷിണേ പാതമാസീനം പങ്കജാരുണം. അവതാര സമയത്ത് എന്തൊരു പുഞ്ചിരിയാണോ ഉണ്ടായത്, അതേ മനോഹരമായ ആ പുഞ്ചിരി അന്നും ആ തിരുമുഖത്ത് കാണാമായിരുന്നു. ഈ സന്ദർഭത്തിലാണ് ജര എന്ന ഈ വേടൻ ഭഗവാന്റെ പാദം കാണുന്നത്. മൃഗമാണ് എന്ന് തെറ്റിദ്ധരിച്ച് ആവനാഴി കൈയിട്ട് അതേ അസ്ത്രം പുറത്തെടുത്തു. ഈ മൃഗത്തെ പിടിക്കാൻ അസ്ത്രം മാത്രം പോരാ എന്ന് തോന്നിയ ആ ജര താൻ ശേഖരിച്ചതായ ഉഗ്രമായ വിഷം, കാളക്കൂട്ട വിഷവും കൂടി ആ അസ്ത്രത്തിൽ പുരട്ടിയിട്ടാണ് ഈ കൂരമ്പ് ഭഗവാന്റെ പാദത്തിന് നേരെ തൊടുത്തുവിട്ടത്. ഭഗവാന്റെ പാദത്തിലത് തുളച്ചു കയറി. മാനിനെ പിടിക്കാൻ എന്ന ആ ഭാവത്തിൽ വന്ന ജര കണ്ടതാവട്ടെ ചതുർഭുജം തം പുരുഷം ദൃഷ്ട്വാ സാ കൃതകിൽബിഷാ ഭീത പപാത ശിരസാ പാതയോരസുരദ്യുഷ. 4 കൈകളോടുകൂടി ശോഭിക്കുന്ന നാരായണ വിഗ്രഹം,
കൽക്കൽ വീണ് നമസ്കരിച്ചുകൊണ്ട് അജാനതാ കൃതമിതം പാപേന മധുസൂദന ക്ഷന്തുമർഹസി പാപസ്യ ഉത്തമ ശ്ലോകമേനഘ. ഭഗവാനെ, ഞാൻ അറിയാതെ ചെയ്തു പോയതാണല്ലോ ഇത്. ഞാനറിയാതെ. എന്തേ ഞാനറിയാതെ എന്ന് പ്രത്യേകം എടുത്തു പറയണത്? അങ്ങറിയാതെയല്ല എന്ന് അർത്ഥം. അങ്ങറിയാതെ ഒരു ഇല പോലും ഇവിടെ അനങ്ങുന്നില്ല. എങ്കിലും ഞാൻ ഈ അസ്ത്രം തൊടുത്തു വിട്ടത് ഏത് പാദത്തിലാണ്? എന്താ ഈ പാദത്തിന്റെ പ്രത്യേകത? യസ്യാനുസ്മരണം നൃണാം അജ്ഞാനധ്വാന്തനാശനം വദന്തി തസ്യ തേ വിഷ്ണോ മയാ സാധുകൃതം പ്രഭോ. ഏതൊരാളാണോ ഈ പാദത്തെ ഒന്ന് സ്മരിക്കുന്നത്, ആ സ്മരണ മാത്രമേ തന്നെ അവരുടെ ഉള്ളിൽ നിന്ന് അജ്ഞാനം പൂർണ്ണമായിട്ടും ഇല്ലാതായിത്തീരുന്നു. അങ്ങനെയുള്ള ഈ കൃഷ്ണപാദത്തിലായി പോയില്ലേ ഭഗവാനെ ഞാൻ ഈ അസ്ത്രം തൊടുത്തു വിട്ടിരിക്കുന്നത്. ആ ജരയെ ഭഗവാൻ അനുഗ്രഹിച്ചു. ഇങ്ങനെ സുഹൃത്തുക്കൾ മാത്രം എത്തിച്ചേരുന്ന വൈകുണ്ഠത്തിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. ഇത് ആ ഭഗവാന്റെ കാരുണ്യം. ആ കാരുണ്യത്തിന് മുമ്പിൽ നമസ്കരിക്കാനല്ലാതെ വേറൊന്നിനുമുള്ള കഴിവ് നമുക്കില്ല. ഇന്നും ഈ ക്ഷേത്രത്തിനകത്ത് ആ ആൽവൃക്ഷം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഭയന്നിരിക്കുന്ന ജരയെ അനുഗ്രഹിച്ച് വൈകുണ്ഠത്തിലേക്ക് പറഞ്ഞയക്കുന്നതായ ആ ഭാവത്തിലുള്ള ഭഗവാൻ കൃഷ്ണനെയും ജരയ്ക്ക് മുക്തി കൊടുത്ത ശേഷം ഭഗവാൻ പിന്നീട് വരുന്നത് ഈ പ്രഭാസ തീരത്താണ്. 3 ദേവനദികൾ സംഗമിക്കുന്നതായ സ്ഥാനം, കപില, ഹിരണ, സരസ്വതി എന്നീ 3 നദികൾ സംഗമിക്കുന്നതായ ദിവ്യമായ സ്ഥാനം, അത് പ്രഭാസ. ഇതിനടുത്തായാണ് ഭഗവാന്റെ സ്വർഗാരോഹണ സ്ഥാനം. പോകുന്ന വഴിക്ക് ശങ്കരപീഠവും നമുക്ക് കാണാൻ സാധിക്കും. ഗോലോക്ധാം തീർത്ഥ എന്നാണ് ഇന്ന് ഈ സ്ഥാനം അറിയപ്പെടുന്നത്. അകത്ത് കയറി കഴിഞ്ഞാൽ ഗീതാമന്ദിരം നമുക്ക് കാണാൻ സാധിക്കും. അതിന് തൊട്ടടുത്തായിട്ട് ഭഗവാൻ ബലരാമസ്വാമികള് സ്വർഗാരോഹണം ചെയ്തതായ ഒരു ഗുഹ. ബലരാമസ്വാമികള് ഈ ഒരു ഗുഹയില് ധ്യാനത്തിലിരുന്ന് തൻ്റെ ഈ ഒരു വേഷം അഴിച്ച് 1000 ഭണങ്ങളുള്ള സാക്ഷാൽ അനന്തമൂർത്തിയായിക്കൊണ്ട് ആ വൈകുണ്ഠനാഥനെ സേവിക്കാനായി ശ്രീ വൈകുണ്ഠത്തിലേക്ക് പോയി എന്നാണ് കഥ. രാമസമുദ്രവേലായ യോഗമാസ്തായ പൗരുഷം തത്യാജലോകം മാനുഷ്യം സംയോജ്യാത്മാനമാത്മനി രാമനിര്യാണമാലോക്യ ഭഗവാൻ ദേവകീസുതാ നിശസാദധരോപസ്തേ തൂഷ്ണീമാസാദ്യ പിപ്പലം. അതിന് തൊട്ടടുത്തായിട്ടാണ് ലക്ഷ്മീനാരായണ മന്ദിരമുള്ളത്. അതിനടുത്തായിട്ടാണ് ഭഗവാന്റെ സ്വർഗാരോഹണ സ്ഥാനം. ജ്യേഷ്ഠനായ രാമൻ ഇരുന്നതിനടുത്ത് തന്നെ ഭഗവാൻ വന്നിരുന്നു. ഭഗവാൻ പിതാമഹം വീക്ഷ്യ വിഭൂതിരാത്മനോ വിഭോ സംയോജ്യാത്മനി ചാത്മാനം പത്മനേത്രേണ്യമീലയ ലോകാഭിരാമം സ്വതനം ധാരണാധ്യാനമംഗളം യോഗധാരണയാഗ്നേയാദഗ്ധ്വാ ധാമവിശൽസ്വകം. നാരായണ 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 നാരായണ. ഭഗവാന്റെ പാദമാണ് ഇതാ ഈ കാണുന്നത്. അതിദിവ്യമായ ചരിത്രം ജനങ്ങൾക്ക്, വിശേഷേണ കലികാലത്തെ ജനങ്ങൾക്ക് പാടി ആനന്ദിക്കാൻ വേണ്ടി
ആ ഒരു നാമം ജപിക്കാനായി വിവിധ ലീലകളാടിയ ഭഗവാൻ കൃഷ്ണൻ മധുരയിൽ അവതരിച്ച് ഗോകുലത്തിൽ ദിവ്യമായ ലീലകളാടിയ ആ ഭഗവാൻ വൃന്ദാവനത്തിലെ രാസലീല മുതലായ അത്ഭുതങ്ങളിലൂടെ ഏവരെയും ആനന്ദിപ്പിച്ച് കംസാദികളെ ഇല്ലാതാക്കി തീർത്ത് ദ്വാരകയിൽ വന്ന് രുക്മിണ്യാദി പത്നിമാരോടുകൂടി ശോഭിച്ച് മഹാഭാരത യുദ്ധം എന്ന വ്യാജേന ഭൂമുഖത്ത് നിന്ന് അധർമ്മികളെ ഇല്ലാതാക്കി തീർത്ത് തനിക്ക് എന്താണോ പറയാനുള്ളത് അതിൽ പ്രവൃത്തിമാർഗം അർജുനിലൂടെയും നിവൃത്തിമാർഗം ഉദ്ധവരിലൂടെയും ഈ ലോകരിൽ എത്തിച്ച് ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ദിവ്യലീലകൾ ഇതാ ഇവിടെ ഉപസംഹരിക്കുന്നു. നാരായണ 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 നാരായണ